സോഷ്യൽ മീഡിയ പോൾ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ എവിക്ഷന് ചാൻസസ് കൂടുതൽ അക്ബറാണ്. അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. നോർമലി സോഷ്യൽ മീഡിയ പോളിൽ ചാൻസസ് വരാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി കയ്യാലപ്പുറത്തെ തേങ്ങയാണ്, എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം. ഇവിടെ അക്ബറിന്റെ ഭാഗത്തേക്ക് ഒരു നല്ല രീതിയിൽ കുറവ് ഈ വീക്ക് ദർ ഇസ് എ ചാൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് അക്ബറാണ്. പക്ഷെ അക്ബർ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിപ്പോൾ നെഗറ്റീവ് ഗെയിം ആണെങ്കിലും പോസിറ്റീവ് ഗെയിം ആണെങ്കിലും അവിടെ എല്ലാത്തിലും ഒരേപോലെ ഗെയിമിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും എന്തിനാണെങ്കിലും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ദർ ഇസ് എ ചാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അറ്റാക്കിങ് പകയാണ് നെവിന്, അനുമോൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളുടെ ഫാൻസ് ടീംസ് ഫുള്ള് നെവിനെ മറയ്ക്കാൻ നോക്കുന്നുണ്ട്. അപ്പം മേ ബി അക്ബർ അല്ലെങ്കിൽ നെവിൻ ആവാം, അല്ലെങ്കിൽ ഇതൊന്നും അല്ലാത്ത രീതിയിൽ വേറെ ആവാം. പക്ഷെ കൂടുതലും ചാൻസ് അൺഫോർച്ചുനേറ്റ്ലി നിൽക്കുന്നത് അക്ബറാണ്. അപ്പം ഈ ഒരു സീസണിൽ ഉണ്ടാവുന്ന ഇത്രയും ഈ ഒരു ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന എവിക്ഷൻസ് ഒക്കെ അൺഫെയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഫെയർ ആയിട്ടാണോ തോന്നിയിരിക്കുന്നത്? ഇൻ കേസ് അക്ബർ എവിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഫെയർ ആയിട്ടാണോ തോന്നുന്നത്? അല്ല നെവിനാണ് എവിറ്റ് ആവുന്നതെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അനുവിന്റെ ഫാൻസ് മുഴുവനും കൈയൊട്ടിച്ചിരിക്കും. കാരണം ഈവൺ എൻ്റെ കമന്റ് ബോക്സിൽ പോലും നെവിനെ അനുവിനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യണമെന്നുള്ള രീതിയിലാണ് കമന്റ് വന്നിരിക്കുന്നത്. അത് ഗെയിം സെക്ഷനും അങ്ങനെയാണ്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും എത്ര ഗെയിമാന്ന് പറഞ്ഞാലും ഞാനിവിടെ പറയുന്ന കാര്യം, ഒരു മ്യൂച്വൽ ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു ആണും പെണ്ണും, ഒരു ആണും ആണും തമ്മിലാണെങ്കിലും കീപ്പ് ചെയ്യേണ്ട ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ മാറ്റിയിട്ട് ആളുടെ അടുത്തേക്ക് ഭയങ്കര ഇതായിട്ട് ഒരു അറ്റാക്കിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അക്ബറാവാം അല്ലെങ്കിൽ നെവിനാവാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. അക്ബറും കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ മുന്നോട്ട് കയറാനായിട്ട് ചാൻസ് ഒരേ ഒരാളേ ഉള്ളൂ, ഷാനവാസ്.